തിങ്കളാഴ്ച റഷ്യക്കെതിരെ ഞാനൊരു നിർണായകമായ പ്രഖ്യാപനം നടത്തുമെന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത്. കൂടുതൽ ഉപരോധമാണോ അതല്ല മറ്റെന്തെങ്കിലും തരത്തിലുള്ള നീക്കമാണോ എന്നതിലേക്കായിരുന്നു വിദഗ്ധർ ഉറ്റുനോക്കിയിരുന്നത്. എന്നാൽ ആ പ്രഖ്യാപനം വന്നിരിക്കുന്നു. ട്രംപ് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ 50 ദിവസത്തിനകം ഉക്രൈനുമായുള്ള യുദ്ധം റഷ്യ അവസാനിപ്പിച്ചില്ലെങ്കിൽ 50% തീരുവ റഷ്യക്ക് മേൽ ചുമത്തും എന്നാണ് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലോകമാധ്യമങ്ങൾ വളരെ വലിയ രീതിയിൽ ആ വാർത്ത മുന്നോട്ട് വെക്കുകയും അതിനെ വിശകലനം ചെയ്യുകയുമാണ്. ലോക കമ്പോള രാഷ്ട്രീയത്തിൽ റഷ്യൻ കമ്പനികളെ കൂച്ചു വിലങ്ങിടുന്നതോടെ റഷ്യയുടെ സാമ്പത്തിക രംഗം അസ്ഥിരമാകും എന്ന സന്ദേശം നൽകുമ്പോൾ സ്വാഭാവികമായും റഷ്യയുടെ പാരമ്പര്യമനുസരിച്ച് റഷ്യ അതിനെ വകവെക്കുകയില്ല എന്ന് മാത്രമല്ല, റഷ്യ അതിനെ മറികടക്കുന്ന മറ്റു ഉപാധികളുമായിട്ട് അതിവേഗം മുന്നോട്ട് സഞ്ചരിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരുപാട് പരിമിതികൾ അതിനുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ അമേരിക്ക ഉപരോധം കൊണ്ട് എന്താണോ അമേരിക്കക്ക് നേട്ടമായി ഉണ്ടാകുവാൻ പ്രതീക്ഷിച്ചിരുന്നത് അതിൻ്റെ വിപരീത ഫലമായിരിക്കും അമേരിക്കക്ക് ലഭിക്കുക എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം. അതെങ്ങനെ ബാധിക്കും, അതെന്തായിരിക്കും, റഷ്യ എങ്ങനെ അതിനെ മറികടക്കും, പുതിയൊരു ലോകക്രമം എങ്ങനെ ഉരുത്തിരിഞ്ഞു വരും എന്നതാണ് നമ്മൾ ഈ വാർത്തയിലൂടെ, ഈ വിശകലനത്തിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. ഇവിടെ 1-2 കാര്യങ്ങൾ വിശകലനം ചെയ്യപ്പെടേണ്ടതുണ്ട്. നേരത്തെ ഒരു കാര്യം നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. ചൈനയിലെ ഒരു കമ്പനി അമേരിക്കൻ ഡോളർ ഒഴിവാക്കി ചൈനയുടെ യുവാനിൽ കച്ചവടം നടത്തിയതാണ്. പിന്നീട് ഇതേ മാതൃക സൗദിയിലെ ഒരു ഓയിൽ കമ്പനിയും സ്വീകരിച്ചു. ഇത് ലോകത്ത് വലിയ ചർച്ചയായി. പിന്നീടാണ് ബ്രിക്സ് രാജ്യങ്ങൾ സ്വന്തമായി ഒരു കറൻസി പുറത്തിറക്കുമെന്ന് ബ്രിക്സ് കൂട്ടായ്മ പ്രഖ്യാപിക്കുന്നത്. ഇതേ തുടർന്ന് ബ്രിക്സ് രാജ്യങ്ങൾക്കും കൂട്ടായ്മയ്ക്കുമെതിരെ അമേരിക്ക രംഗത്ത് വരികയും ചെയ്തു. ഇവിടെയാണ് ലോകക്രമത്തിൻ്റെ വ്യക്തമായ മാറ്റം എങ്ങനെ സംഭവിക്കാൻ പോകുന്നു എന്ന് നാം വിലയിരുത്തേണ്ടത്. റഷ്യയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അമേരിക്കൻ തീരുവ ഭീഷണിക്ക് മുൻപിൽ റഷ്യ ഒരിക്കലും മുട്ടുമടക്കില്ല. അപ്പോൾ പിന്നെ റഷ്യയുടെ മുന്നിലുള്ള വഴി എന്താണ്? ഉത്തരം വ്യക്തമാണ്. നേരത്തെ ബ്രിക്സ് രാജ്യങ്ങൾ പ്രഖ്യാപിച്ച ബ്രിക്സ് കറൻസിയുടെ പുറത്തിറക്കലും സാമ്പത്തിക പദ്ധതികൾ പ്രഖ്യാപിക്കലും ത്വരിതഗതിയിലാക്കാൻ റഷ്യ മുന്നോട്ട് വരും. അമേരിക്കൻ സാമ്പത്തിക രംഗത്തിൻ്റെ നട്ടലൊടിക്കണമെന്ന രഹസ്യ അജണ്ട റഷ്യയേക്കാൾ ശക്തമായിട്ടുള്ള ചൈനയും ആ വേഗത്തിനൊപ്പം റഷ്യക്കൊപ്പം കൂടുകയും ബ്രിക്സിനെ സജീവമാക്കുകയും പുതിയ കമ്പോളങ്ങൾ തുറക്കുകയും ചെയ്യും. ഇവിടെയാണ് പുതിയ കമ്പോളങ്ങൾ തുറക്കപ്പെടുക എന്നത് ശ്രദ്ധേയമാകുന്നത്. വ്യക്തമാണ്, നേരത്തെ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളായിരുന്നു ബ്രിക്സ് കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ബ്രിക്സ് രാജ്യങ്ങളുടെ എണ്ണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈജിപ്ത്, എത്തോപ്യ, സൗദി അറേബ്യ, UAE, ഇറാൻ എന്നീ രാജ്യങ്ങൾ കൂടി ചേർന്ന് ബ്രിക്സ് കൂട്ടായ്മയുടെ എണ്ണം 10 ഉയർന്നത് ഇവിടെ ശ്രദ്ധേയമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മാത്രവുമല്ല, ബ്രിക്സിൽ അംഗത്വമല്ലെങ്കിലും റഷ്യയോടും ചൈനയോടും അറബ് രാഷ്ട്രങ്ങളോടും ചേർന്ന് നിൽക്കുന്ന മറ്റു രാജ്യങ്ങൾ കൂടി ബ്രിക്സ് കൂട്ടായ്മയോടൊപ്പം ചേരുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ റഷ്യൻ ഉൽപ്പന്നങ്ങൾ ബ്രിക്സ് രാജ്യങ്ങളിലും ബ്രിക്സ് അനുകൂല രാജ്യങ്ങളിലും ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും വിറ്റഴിക്കപ്പെടുന്ന സാഹചര്യം സൃഷ്ടിച്ച് അമേരിക്കൻ ഉപരോധത്തെ മറികടക്കുകയാകും റഷ്യ ചെയ്യുക. ഇതേ തന്ത്രം തന്നെയാകും ചൈനയും അതോടൊപ്പം തന്നെയുള്ള ബ്രിക്സ് കൂട്ടായ്മയിലെ തന്നെ മറ്റു രാജ്യം എന്ന് വെച്ചാൽ ഈ കൂട്ടായ്മയിലെ രാജ്യങ്ങൾ അമേരിക്കൻ രാഷ്ട്രങ്ങളിലും അല്ലെങ്കിൽ പാശ്ചാത്യ ചേരികളിലും ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത്തരം കൂട്ടായ്മയുള്ള രാഷ്ട്രങ്ങൾക്കകത്ത് കൂടുതൽ വാണിജ്യ സാധ്യതകൾ തേടി വിപണനങ്ങൾ നടത്തും, വ്യവഹാരങ്ങൾ നടത്തും എന്നതാണ് ഇവിടെ ശ്രദ്ധേയമാകുന്നത്. നിലവിൽ ഈ ഒരു സാഹചര്യം വളരെ മന്ദീഭവിച്ചും ആ ഒരു കൂട്ടായ്മ ഇല്ലാതെ തന്നെയുള്ള തരത്തിലുള്ള വാണിജ്യ ഇടപാടുകളാണ് നടന്നിരുന്നതെങ്കിൽ ഈ ഒരു കൂട്ടായ്മയിലൂടെ ഇത്തരം വാണിജ്യ ഇടപാട് നടക്കുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള സ്വീകാര്യതയും വേഗതയും ത്വരിതപ്പെടുത്തലും ഒക്കെ കൈവരും എന്നത് ഈ രാഷ്ട്രങ്ങൾക്കിടയിലുള്ള വ്യവഹാരങ്ങളെ സജീവമാക്കി നിലനിർത്തും. ഇങ്ങനെ റഷ്യ ചെയ്യുന്നതോടുകൂടി അല്ലെങ്കിൽ ബ്രിക്സ് രാജ്യങ്ങൾ ചെയ്യുന്നതോടുകൂടി ഉൽപാദന വിതരണ മേഖലയിൽ അമേരിക്കൻ പാശ്ചാത്യ ഉൽപ്പന്നങ്ങൾ ഈ പറയപ്പെടുന്ന ബ്രിക്സ് കൂട്ടായ്മകളെ അനുകൂലിക്കുന്ന രാജ്യങ്ങളിൽ കൂടുതൽ സജീവമാവുകയും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ പതിയെ കുറച്ചു കൊണ്ടുവരികയും ചെയ്യും. ഇങ്ങനെ സംഭവിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടയ്ക്കിടെ ഭീഷണിപ്പെടുത്തുന്ന വാണിജ്യ ഭീഷണികളെ മറികടക്കാനും അതോടൊപ്പം തന്നെ എന്താണോ അമേരിക്ക മറ്റു രാജ്യങ്ങൾക്ക് മേൽ കരുതിയിരുന്നത് അത് അമേരിക്കക്ക് തന്നെ തിരിച്ചടിയാവുകയും ചെയ്യും. ഇത് ആയുധമെടുത്തുള്ള യുദ്ധത്തെക്കാൾ ഭീതിതവും ഭയാനകവുമായിരിക്കും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളവും ഈ ഇടപാട് സംബന്ധിച്ചിടത്തോളവും എന്ന് ഈ സാമ്പത്തിക മേഖല പരിശോധിക്കുന്ന ആളുകൾക്ക് വ്യക്തമാകും. നേരത്തെ അമേരിക്കൻ ചേരി എന്നും റഷ്യൻ ചേരി എന്നുമായിരുന്നു വേർതിരിവെങ്കിൽ
പുതിയ സാഹചര്യം കിഴക്ക് പടിഞ്ഞാറ് എന്ന കൃത്യമായ വിഭജനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമെന്നതാണ്. ഇങ്ങനെ സംഭവിച്ചാൽ ലോകം ധ്രുവീകരിക്കപ്പെടുകയും ഇക്കാലമത്രയും എതിരാളികൾ ഇല്ലാതിരുന്ന ഡോളർ എന്ന സാമ്പത്തിക ശൃംഖലയ്ക്ക് പുതിയ എതിരാളി പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. അതിൻ്റെ ആധികാരികതയിലും സംസ്ഥാപനത്തിലും മൂല്യത്തിലും വ്യവഹാരത്തിലും അനേകം കടമ്പകൾ കടക്കാൻ ഉണ്ട് എന്നത് മറ്റൊരു വസ്തുതയാണ്. അതിൻ്റെ വരും വരായ്മകളും സാധ്യതകളുമെല്ലാം അത് മറ്റൊരു വിഷയവുമാണ്. ഇവിടെ പക്ഷേ സംഭവിക്കാൻ പോവുക സാങ്കേതിക രംഗത്തെ കൈമാറ്റമായിരിക്കും വലിയ വെല്ലുവിളിയായിട്ടുണ്ടാവുക. ആണവ, കൃത്രിമ ബുദ്ധി, AI, ചിപ്പ് ടെക്നോളജി തുടങ്ങിയ പ്രധാന മേഖലയിലെ സഹകരണം വളരെ വലിയ രീതിയിൽ തകരും എന്നതാണ്. റഷ്യ, ചൈനയും അമേരിക്കയും വേർപിരിയുന്ന ടെക് ലോകം തന്നെ ഉണ്ടാകാം. ഡോളറിൻ്റെ മറികടന്നുള്ള വ്യവഹാരമാണ് റഷ്യയുടെ മറുപടിയായിട്ട് ഇതിനോട് കൂടെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഭീഷണി റഷ്യക്ക് മുൻപിൽ തകരുക മാത്രമേ ചെയ്യാൻ സാധ്യതയുള്ളൂ. ഒരു ഭാഗത്ത് റഷ്യയെ ആക്രമിക്കാൻ സൈനിക, സാങ്കേതിക, സാമ്പത്തിക ആയുധ പിന്തുണ നൽകുന്ന അമേരിക്ക റഷ്യയെ രാഷ്ട്രീയമായി വരുതിയിലാക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല എന്നത് ഒരു വസ്തുതയാണെന്നിരിക്കെ ഈ ഘട്ടം അമേരിക്ക തന്നെ തുറന്നു വെച്ച അമേരിക്കയുടെ തന്നെ സ്വീകാര്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന നടപടി മാത്രമായാണ് തത്വത്തിൽ അത് ഭവിക്കുക. കൃത്യമായി പറഞ്ഞാൽ റഷ്യയുമായി ഉപരോധത്തിനോ വെല്ലുവിളിക്കോ നിന്നാൽ സ്വാഭാവികമായും ഇഴഞ്ഞു നീങ്ങിയിരുന്ന ഡോളർ രഹിത ബ്രിക്സ് മുന്നേറ്റത്തിന് കൂടുതൽ വേഗത കൈവരും. ബ്രസീൽ പ്രസിഡന്റ് നേരത്തെ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. ലോകം ഒരു രാജാവിന് കീഴിൽ നിൽക്കുന്ന കാലമല്ല ഇതെന്ന് ഓർക്കുന്നത് നല്ലതാകും എന്ന്. അതുതന്നെയാണ് ഇത്തരം ഒരു നടപടിക്രമങ്ങളിലൂടെ ഭവിക്കാൻ പോകുന്നത് എന്നതാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുക. ഇതൊക്കെ പറയുമ്പോഴും ഈ ബ്രിക്സിൻ്റെ ഒരു പുതിയ കമ്പോള വ്യവഹാരത്തിൻ്റെ സാധ്യതകളും പുതിയ പ്രൊഡക്ടിവിറ്റിയുമൊക്കെ അത് എത്രത്തോളം ഉണ്ടാകും എന്നതൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ അത് മറ്റൊരു വിഷയമാണ്. അതോടൊപ്പം തന്നെ അത് ഈ നിലവിലെ ലോകക്രമത്തിൽ അത് ഏത് തരത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുമെന്നതൊക്കെ വേറൊരു തലമാണ്. അതിനെ നിർവചിക്കാൻ കഴിയാത്ത തത്വത്തിൽ ഈ രണ്ട് ചേരികളുടെയും ഉദ്ദേശ ലക്ഷ്യങ്ങൾ അതിലേക്ക് നയിക്കുന്നതാണ് എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ പറ്റൂ എന്ന് കൃത്യമായിട്ട് പ്രേക്ഷകർ ഓർക്കണം എന്നത് ഇതിൻ്റെ വരും വരായ്മകളുടെ അല്ലെങ്കിൽ ഇതിൻ്റെ വിശകലനത്തിൻ്റെ ഇതിൻ്റെ മറ്റു മേഖലകളിലുള്ള ഒരുപാട് വശങ്ങളുള്ള വിഷയമായതുകൊണ്ട് തന്നെ അത് ആ തരത്തിൽ ഉൾക്കൊള്ളണം എന്നുകൂടി ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. Waytonikah.com, the exclusive Muslim matrimonial site.